നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കിയാൽ മരത്തിന്റെ മുകളിൽ കീറി കീറി സ്പീഡിൽ പോണേ. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ എപ്പോഴും പറയാമല്ലോ, നമുക്ക് വെള്ളം കയറുമ്പോൾ ഏറ്റവും പേടി വരികയെന്ന്. ആളിന്റെ മുകളിൽ കയറി പോയി. ഓക്കേ, ഇത്രയും പച്ചക്കറികളാട്ടോ പൊട്ടിച്ചെടുത്തത്. അപ്പൊ നമ്മൾ ഇനി നിൽക്കണില്ല, ഇനി മഴ വരുന്നുണ്ട്. ഓയ്യോ പേളിക്കുട്ടിയെ, പേളിക്കുട്ടിക്ക് വീട്ടിൽ പോരോ? ഓ, കട തൊടാതെ ഇങ്ങനെ വെതറി കൊടുത്താൽ മതി നല്ലത്. കാരണം ഞാൻ പറയാറുണ്ട്, നമ്മുടെ തോടിന്റെ തൊട്ട് കര എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ 4 തടത്തിന്റെ ക്ലിയറായി. അപ്പൊ ഇതാ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. ആയോട്ടാ, ഇന്ന് രാവിലെ നമുക്കിതാ പുട്ടും അതേപോലെ തന്നെ ഇതാ നമ്മുടെ മുദ്രക്കറി എല്ലാവരും കഴിക്കലും കഴിഞ്ഞു കേട്ടാ. പിന്നെ പപ്പടമായിരുന്നു. ഇവിടെ എല്ലാവർക്കും പുട്ട് കഴിക്കുമ്പോൾ പപ്പടം വേണം, അത് നിർബന്ധം എല്ലാവർക്കും എന്ന് വെച്ചാൽ മക്കൾക്ക് കേട്ടോ. എനിക്ക് ഷായിട്ടിന് കഞ്ഞിയോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഷായിട്ടിനോ കഞ്ഞിയോടെ കൂടുതൽ ഇഷ്ടം. രാവിലെ ഗോതമ്പ് കഞ്ഞി കുടിക്കാനായിട്ട് ഇഷ്ടം. അത് കാരണം ഒന്നല്ല, നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി കിട്ടുമ്പോൾ ആ ഒരു മെഴുക്ക് പൊട്ടിയും കഞ്ഞിയും കൂടി കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടേ. അപ്പം എന്തായാലും നമുക്ക് എന്താ പറയുക, നമ്മുടെ പീച്ചിങ് പൊട്ടിക്കാൻ പോവാം. അത് കൊണ്ടുവന്ന് മെഴുക്ക് പൊട്ടി ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഷായിട്ട് രാവിലെ കഞ്ഞി കുടിക്കാനായിട്ട്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേനൊക്കെ നമ്മുടെ റോഡ് ഇപ്പം തരി വെള്ളമില്ല കേട്ടാ, നല്ല ഭംഗിയിൽ ഉണങ്ങി കിടക്കുകയാണ്. അപ്പം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വെള്ളം നിൽക്കുക. ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ തൂളി നിൽക്കുന്ന കാരണം വെള്ളമൊന്നും നിൽക്കില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണിച്ചപ്പോൾ കുറേ പേര് കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിൽ കുറേ കാര്യങ്ങൾ നമുക്കറിയില്ല, നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റണത് നമുക്ക് റോഡ് പണി ചെയ്യണ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്നാണ്. പിന്നെ റോഡ് പൊക്കിയിട്ട് വെള്ളം പോകാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ അടിയിലും. അപ്പോൾ ഇവിടെ പൊക്കേണ്ടി വരും, ഇവിടെ പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെയും പൊക്കേണ്ടി വരും. അപ്പോൾ അത് അറിയില്ല എന്താണെന്നുള്ളത്. അതൊക്കെ റോഡ് പണി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇവിടെ വെള്ളം ഇങ്ങനെ ശക്തിയിൽ പെയ്ത് കഴിഞ്ഞാൽ നിൽക്കാതിരിക്കാനുള്ള വഴിയൊക്കെ കേട്ടാ. എന്തായാലും നമ്മുടെ പീച്ചിങ് പൊട്ടിക്കാം. കാരണം പീച്ചിങ് പൊട്ടിച്ച് നമുക്ക് രാവിലത്തെ കഞ്ഞി കുടിച്ചിട്ട് വീണ്ടും ആ പറമ്പിലേക്ക് പോകാനുള്ളതാണേ. അപ്പം നമ്മളത് ആ പീച്ചിങ് പൊട്ടിച്ചെടുക്കാം. അപ്പം 2 പീച്ചിങ്ങായിട്ട് നമുക്ക് പൊട്ടിക്കാനുള്ളത്. ഇതാ ഒരെണ്ണം ഇതും പിന്നെ ഒരെണ്ണം ഇതാ ഇതും ഇട്ടാ. അപ്പം നമ്മുടെ മഴ അത്യാവശ്യം നമ്മുടെ കൃഷിൻ്റെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും നമ്മൾ വീട്ടിൽ പോയി ഇങ്ങോട്ട് വരുമല്ലോ, അപ്പം ഞാൻ കാട്ടിത്തരാട്ടെ. നമ്മുടെ പറമ്പിൻ്റെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് ഈ ഒരാളും പൊട്ടിക്കട്ടെ. നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയ സമയമായിരുന്നു പീച്ചിങ്. ആ സമയത്താണ് നമ്മുടെ മഴ നമ്മളെ ചതിച്ചത്. മഴ ചതിച്ചതല്ല, മഴക്കാലാണല്ലോ, മഴ പെയ്തല്ലേ പറ്റൂ. അപ്പം നോക്കിയേ, കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പുള്ള പീച്ചിങ് ആട്ടോ നമ്മുടെ. അപ്പം ഞാനിതും കൊണ്ട് വേഗം വീട്ടിൽ പോട്ടെ. അപ്പം നമ്മുടെ പീച്ചിങ് കറി വയ്ക്കാട്ടോ. പീച്ചിങ് കറി വയ്ക്കുമ്പോഴേ പീച്ചിങ്ങയിലത്തെ ശരിക്കും പറഞ്ഞാൽ ഒന്നും കളയാനില്ല. വെറുതെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കുറച്ച് ഭാഗമുണ്ട്, ഒരു എക്ക് പോലെ, അത് മാത്രം കളയണ്ടോ കേട്ടാ. അത് കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം, എന്നിട്ട് നുറുക്കാം. അപ്പം പിന്നെ നുറുക്കി കഴിഞ്ഞാൽ പിന്നെ കഴുകണമെന്നില്ല കേട്ടാ, മുന്നേ കഴുകിയെടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ പറയുക, കുറേ കൂടുതൽ ഇങ്ങനെ വെള്ളം അതിൽ പിടിക്കും. അപ്പോൾ നോക്കി, ഞാൻ നമ്മുടെ പീച്ചിങ് അതേപോലെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ നടുമുറിച്ച് ഇത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞ് വയ്ക്കാം. ഒന്നും കളയണ്ട കേട്ടോ. ഇതേപോലെ ചെറുതാക്കി നുറുക്കാം നമുക്ക്. പീച്ചിങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, പിന്നെ കുത്തിപ്പിടി മുളക് ഇട്ടിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് മൂത്ത് വരണം, അതായത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. ഇതിന് മുന്നും പീച്ചിങ് കറി വയ്ക്കുന്നത് കാട്ടിയിട്ടുണ്ട്. കഞ്ഞീരുടെ കൂടെ മെഴുക്ക് പുരട്ടി കൂട്ടി കഞ്ഞി കുടിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പീച്ചിങ് ഇതാ മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയും മുളകൊക്കെ ഇതാ മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ നമ്മുടെ പീച്ചിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
പീച്ചിങ്ങയിൽ നമുക്ക് വെള്ളം ഒഴിക്കണമെന്നില്ല, നല്ല ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കട്ടെ. തീ കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിക്കാം. വെന്ത് വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. നേരത്തെ ഉപ്പിടണ്ട, കാരണം എന്താണെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് കുറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, എന്നിട്ട് മൂടി വയ്ക്കുക, പിന്നെ തുറന്ന് ഇടയ്ക്ക് കൊടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ തീ കുറവിൽ വെച്ചപ്പോൾ നോക്കിയേ, കണ്ടോ നന്നായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട. അപ്പോൾ ഇനി ഞാൻ കൂട്ടി വയ്ക്കട്ടെ. നന്നായി തീ കൂട്ടി വെച്ച് വെള്ളം വറ്റിക്കുകയാണ് ചെയ്യുക. അതോടുകൂടി തന്നെ നമ്മുടെ എന്താ പറയുക പീച്ചിങ്ങ വെന്ത് കിട്ടും കേട്ടോ. നല്ല തീ കൂട്ടി തന്നെ വെച്ചിട്ടുണ്ട്. ഇനി മൂടിയൊന്നും വെക്കില്ല, വെള്ളം നന്നായിട്ട് വലിഞ്ഞ് കിട്ടട്ടെ. ഇപ്പം നമ്മുടെ പീച്ചിങ്ങൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഇതാ ഒന്ന് വെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ പീച്ചിങ്ങയില്ലേ ചെമ്മീനൊക്കെ ഇട്ട് വയ്ക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ പീച്ചിങ്ങ വെക്കുമ്പോട്ട് ഇവിടെ റെഡി ആയിട്ടാണ്. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ഞങ്ങളിതാ കഞ്ഞി കുടിക്കായിരുന്നു കേട്ടാ. എന്നുവെച്ചാലേ മഴക്കാലമായാലും നമുക്ക് ആവശ്യത്തിനുള്ള ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതാണ് ഇത് പീച്ചിങ്ങാന്ന് ഞങ്ങൾ പറയാട്ടാ. പീച്ചിങ് പറയാന്നുണ്ടല്ലേ? ഇല്ല, നമ്മൾ പീച്ചിങ്ങാന്ന് പറയുമ്പോൾ എനിക്ക് വേറെ പേരറിയില്ല. നല്ല രസമായിട്ട് അത് കഴിക്കാൻ. എനിക്ക് പക്ഷേ കഞ്ഞിയിലേ കറി ഇട്ടിട്ട് കഴിക്കുന്നതായിട്ട് ഇഷ്ടം. അങ്ങനെ പിന്നെ ഗോതമ്പ് കഞ്ഞി ആകുമ്പോഴേ ഒന്നുകൂടി സുഖമാണല്ലോ കുടിക്കാൻ. ഇവിടെ അമ്മയുള്ള സമയത്ത് അമ്മ ഈ ഷുഗറൊക്കെ ഉള്ള കാരണം അമ്മ അങ്ങനെ ഗോതമ്പ് കഞ്ഞി എന്താ പറയുക ഗോതമ്പരി വെച്ച് കഞ്ഞി കുടിച്ചു തുടങ്ങിയപ്പോൾ അന്ന് അങ്ങനെ അന്ന് ഞാനങ്ങനെ കുറച്ച് മേടിച്ച് കഴിക്കും. പിന്നെ എനിക്ക് അതിനോടൊരു ഇഷ്ടമായി. പിന്നെ ഷായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് കഞ്ഞി, അതേപോലെ തന്നെ പുട്ട്. ഈ ഗോതമ്പരി കൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും ഷായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ പെട്ടെന്ന് കുടിച്ചു പോകും. ഞാൻ സ്പീഡ് നോക്കിയിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. സ്മിതയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുള്ളൂ. ഇനി നമ്മൾ ഏതാ വീണ്ടും ആ പറമ്പിലേക്ക് പോവാട്ടെ. നമുക്ക് പപ്പത്തയ്യൊക്കെ വെക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വെയിൽ കാണാനുണ്ട്, പക്ഷേ ഈ വെയിലിന് വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ മഴ തൂളുണ്ട്. അപ്പോൾ കുടയ്ക്ക് എടുത്തിട്ട് പോണേ. അപ്പോൾ നമ്മളിതാ ഈ പറമ്പിലേക്ക് പോന്നു കേട്ടാ. നമ്മുടെ പപ്പ തൈകൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഷായിട്ടൻ. അപ്പോൾ അതിലേക്ക് ഇടാനുള്ള അത്യാവശ്യം എല്ലുപൊടിയും ബാക്കിയുള്ള വളങ്ങളൊക്കെയാണ്. ബാക്കിയുള്ള വളം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ആട്ടിൻകാട്ടം അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടുമ്പോൾ ഞാനത് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ പറമ്പ് മഴ പെയ്തിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അതിൽ നമ്മൾ പീച്ചിങ് നമ്മൾ പൊട്ടിച്ചെടുത്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. കണ്ടോ ഇലയ്ക്കൊക്കെ ഒരു വാട്ടം പോലെ കണ്ടാ നമുക്കറിയാം അതിനൊരു സുഖമില്ല, ഒരാരോഗ്യം കുറവുള്ള പോലെ. പിന്നെ ഇവിടെ കുക്കമ്പർ ഉണ്ടല്ലോ നമ്മുടേത്. ഈ കുക്കമ്പർ തൈ പുതിയതാണ് കേട്ടാ. അങ്ങൊരു ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ടോ ഒരു വാട്ടം ഒന്നും വന്നിട്ടില്ല. നമ്മുടെ വൈറ്റ് സ്നോ കുക്കമ്പറാണിത്. അതിതാ ഈ പന്തലിമിക്ക് ഇങ്ങനെ കയറിയത് അവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ പരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ കോളിഫ്ലവറും ബ്രൊക്കോളിനൊക്കെയും. അതിലെ കോളിഫ്ലവർ ഒരു ചെറിയൊരു പ്രതീക്ഷ എന്ന് പറയണ പോലെ ഇതാ ഇവിടെ ഒന്നും ഉണ്ടായിട്ടാ. ഇതൊക്കെ വലിയ ചെടികളായിട്ടുണ്ട്. ഇതിൻ്റെ കിളകളാണ് കൂടുതൽ നമ്മൾ തോരൻ വയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതാ നോക്കിയേ കോളിഫ്ലവർ കണ്ടോ. ഈ ഒരു സമയത്ത് അതിലും ചെറുതായാലുണ്ടായില്ലേ, അതൊരു പ്രതീക്ഷയല്ലേ നമ്മളവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം മഴ വന്നിട്ട് അവർക്കും വലിയ പാട്ടൊന്നും വന്നില്ല. പിന്നെ പോയതാരാന്നറിയാം നമ്മുടെ തക്കാളി. പിന്നെ നമ്മുടെ ഈ കയ്പതൈ പുതിയ കയ്പതൈ വെച്ച് കൊടുത്ത ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ടോ തക്കാളിക്ക് വാട്ടം വന്നു. തക്കാളി തൈ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും തക്കാളി തൈ ഇത് കണ്ടോ ഇതേപോലെയായി. തക്കാളിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇവിടെ നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ നമ്മുടെ പയറിനെ ബാധിച്ചോളൂ. അത് ഞാൻ കാണിച്ചു തരാട്ടെ അവിടെ എത്തുമ്പോൾ. അപ്പോൾ ഷായിട്ടെന്താ ഇവിടെ പപ്പത്തൈ വെക്കാനുള്ള സ്ഥലമായിട്ട് റെഡിയാക്കണത്. നമ്മളെ ഇപ്പോൾ ഒന്ന് മണ്ണുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നല്ല കൂമ്പാരാക്കി മണ്ണിട്ടാണ് വെക്കണത്. അതെങ്ങനെയാണ് ഇങ്ങനെ കൂമ്പാരാക്കി വെക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇത്രയും മണ്ണ് നമുക്ക് ഇത്ര ഹൈറ്റ് കിട്ടണേൻ്റെ കാരണമല്ലേ ഷായിട്ടാ. ഇപ്പോൾ വെച്ചാലേ ശരിക്കും ഇങ്ങനെ ആക്കണ്ട. മറ്റേ ഇത്തിരി മഴ മാറിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കുഴി കുത്തിരി ചെയ്യാം. എന്നുവെച്ചാൽ ഒരു 4-5 മാസം കഴിഞ്ഞാൽ പപ്പ ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ കുഴിയിൽ വെച്ച് നീ വെള്ളം കെട്ടി നിന്നാൽ അത് പോവും. അപ്പോൾ അത് ഇങ്ങനെ ഒരു അവർക്ക് അടിയിലേക്ക് വരും, വേറെ അടിയിലേക്ക് വരുമ്പോഴേക്കും മഴക്കാലം പോവും.
അപ്പൊ നോക്കിയാ ഇതേപോലെ ഇങ്ങനെ കണ്ടോ ഇതേപോലെ. അപ്പൊ ഇതേപോലെ ഇതേ ഇവിടെ സൈഡിൽ മണ്ണ് കൂടുതലിട്ടു. അപ്പൊ ഇതിന് മുന്നായിട്ട് നോക്കിയേ ഇങ്ങനെ പുല്ല് കണ്ട ചെത്തിട്ട് നോക്കണത്. ഇതേപോലെ പുല്ല് ചെത്തി കൂട്ടും. അതിൻ്റെ മുകളിലേക്കായിട്ടാണ് ഇപ്പം ഇതേപോലെ മണ്ണിടുന്നത്. നല്ല ഹൈറ്റിലായിട്ട് അപ്പത്ത് കിടക്കണത്. ഇതേ ഇപ്പുറത്തേക്ക് ഇതേ ഞാൻ കാട്ടിത്തരാം. കണ്ടോ നല്ല ഹൈറ്റിലായിട്ടാണ് കിടക്കണേ. പേളിക്കുട്ടി അവളുടെ സ്ഥിര സംഭവം പോലെ ഇതാ കിടന്നു. ഇനി നമ്മളിവിടുന്ന് പോകുമ്പോൾ കുറച്ച് നേരം പിടിക്കുമല്ലോ. അപ്പം അത് കാരണം അവള് വേഗം കിടന്നു. പിന്നെ നമ്മുടെ മഴയത്ത് ഒരാൾക്കും കൂടി ബാധിച്ചിട്ടുണ്ട് കേട്ടാ. നോക്കിയേ ഈ പപ്പ മഞ്ഞപ്പപ്പിയായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് നിറച്ച് കായായിട്ട് വന്നായിരുന്നു. അത് അങ്ങനെ തന്നെ അതേ തലയൊക്കെ ചീഞ്ഞു തുടങ്ങി. അത് പോയിട്ടുണ്ട്. പിന്നെ നോക്കിയേ ഞാൻ ഇത് കാട്ടി വന്നില്ലല്ലോ. ഈ കോളിഫ്ലവറിനെ കണ്ടോ വലിപ്പുള്ളൊരു കോളിഫ്ലവർ. മുന്നേ ചെറിയൊരു കോളിഫ്ലവറിനല്ലേ കാട്ടി തന്നെ. ഇവരൊക്കെ മഴയിൽ നിന്ന് അതിജീവിച്ചു വിട്ടാ. അതേപോലെ മഴ പെയ്തിട്ട് നോക്കി ഈ കോളിഫ്ലവറിനൊന്നും ഒന്നും പറ്റിയില്ല. അപ്പോൾ കുറേ പോയെങ്കിലും കുറേയൊക്കെ പോവാണ്ട് നമുക്ക് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. പിന്നെ അത് പയറ്. പിന്നെ അവിടെ പയറുണ്ടായി തുടങ്ങിയ പയറിനൊന്ന് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. പിന്നെ നോക്കിയേ നമ്മുടെ പപ്പ. ഈ പപ്പയാണ് ഞാൻ പറഞ്ഞത്. ഈ പപ്പ കണ്ടോ നന്നായിട്ട് കായ പിടിക്കണേ. അപ്പോൾ നമ്മുടെ അവിടെ എല്ലാ പപ്പയും നന്നായിട്ട് കായ പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മളോട് പലരും ചോദിച്ചിട്ട് എങ്ങനെ ഈ കുഞ്ഞ് പപ്പയമ്മയ്ക്ക് ഇതേപോലെ കായ പിടിക്കണേന്ന്. അപ്പോൾ ഞാനിതാ നമ്മുടെ പപ്പത്തൈ എങ്ങനെയാണ് വെക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ ഇതേപോലെ ഇത്രയും പോകുന്നൊരു കുഞ്ഞ് ക്ലാസ്സിലാണ് നമ്മുടെ പപ്പത്തൈ ഇരിക്കണേ. അപ്പോൾ ഷായിട്ട് ഇവിടെ പുല്ല് ചെത്തിയിട്ടാണ് ഇതേപോലെ മണ്ണിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതൊക്കെ കാട്ടി തന്നല്ലോ. അപ്പോൾ ചെറുതായിട്ട് ഇതിന് കണ്ടോ ഇവിടെ ഒന്നിങ്ങനെ മാന്തി കൊടുക്കും. എന്നിട്ട് കണ്ടോ ഇങ്ങനെ ചെരിച്ച് വയ്ക്കും. നമ്മൾ ചെരിച്ച് വയ്ക്കുന്നതിൻ്റെ ഗുണം എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ തണ്ടിനില്ലേ നല്ല ബലം കിട്ടൂട്ടാ. അപ്പോൾ കണ്ടോ ഇതേപോലെ ചെരിച്ച് വെച്ചോട്ടെ നന്നായിട്ട്. പിന്നെ അവരിങ്ങനെ വളഞ്ഞോളും നേരെ. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയണത് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലുപൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ആട്ടുംകാട്ടം പൊടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 3 സാധനമാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ എല്ലുപൊടി ഇടുന്നതിൻ്റെ ഗുണം എന്നിട്ടാണെങ്കിൽ വേരൊക്കെ ഇല്ലേ നന്നായിട്ടൊന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കട ഇങ്ങനെ വെതറി കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ നല്ല മഴയൊക്കെയല്ലേ, അങ്ങനെ നനഞ്ഞങ്ങോട്ട് ഇറങ്ങിയോളൂ. ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയും ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ഇപ്പം മണ്ണിട ഒന്നും ചെയ്യണില്ല. ഇനി ഇവർ വളർന്നതിനനുസരിച്ച് കുറേശ്ശെ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം അത് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നല്ലോ, നമ്മുടെ പപ്പ റെഡ് ലേഡി ആട്ടാ. ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മുടെ മഴയത്ത് പിന്നെ പോയതാട്ടാ നമ്മുടെ ഈ പയറ് ലേശായിട്ടാ. പയറൊക്കെ പോയി ഒക്കും പോയി. നോക്കിയേ അപ്പടി ഇങ്ങനെ എന്നിട്ട് പറയാ വാട്ടം വന്നു അല്ലേ. അതിവിടെ വെള്ളം നിന്നേ അതാ. നോക്കിയേ കണ്ട
ഇതേപോലെ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കടകൾക്ക് കുഴപ്പമില്ല, പക്ഷേ ഇതൊക്കെ നോക്കിയാൽ ആകെ പോയി. അങ്ങനെ ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ അതാ വെള്ളം നിന്ന പിന്നെ ഒരു രക്ഷയില്ലേ പയറിന്. നമ്മുടെ അവിടത്തെയും വീട്ടിലത്തെയും നല്ല ഭംഗിയിലിരുന്നതാ. ശരിക്കും ഓണത്തിന് കറക്റ്റ് പറ്റിയ അതായിരുന്നു. പക്ഷെ നമ്മള് വീണ്ടും അടുത്ത് നട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ മഴ ഇങ്ങനെ നിൽക്കണ കാരണമുള്ള ഒരു ഇതല്ലോ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വാട്ടം വരും. അത് ഇതേപോലെ തടടുത്ത് നമ്മൾ നട്ടിട്ടാണ്, എന്നിട്ട് വാടി പോകുമ്പോഴേ സങ്കടം. സാരില്ല, ഇതിനും കൂടുതൽ എത്രയോ പേര് ഓരോ നഷ്ടങ്ങളില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒന്നല്ല, എന്നാലും നമ്മുടെ പോകുമ്പോൾ അതൊരു സങ്കടമാണ്. അപ്പൊ നമ്മുടെ 4 തടത്തിന്റെ ക്ലിയറായി. ഇല്ല, ഷായിട്ട് 4 തടാക്കി വരുന്നോണ്ടൊപ്പം തന്നെ എൻ്റെ 3 വെക്കല് കഴിഞ്ഞു. ഇതും കൂടി ആയി കഴിഞ്ഞില്ലേ. അപ്പം നമ്മുടെ പപ്പത്തൈ നടൽ കഴിഞ്ഞു. ഇതേപോലെ പപ്പ വെച്ച് നോക്കി നോക്കിക്കോളാം കേട്ടോ. കാട്ടേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വരും. പിന്നെ റെഡ് ലേഡി ആകുമ്പോൾ നമുക്കറിയാം വലിയ ഹൈറ്റൊന്നും പോവില്ല. ഒരുവിധം ചെറിയ ഹൈറ്റാ വരുമ്പോൾ തന്നെ കായ വേഗം ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഇതേപോലെ നമ്മുടെ തടത്തിൽ വെച്ചത് അവിടെ ഉണ്ട്. അത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇപ്പം അത്യാവശ്യം വളർന്ന് നിൽക്കണം പപ്പ തന്നെ. മുന്നേ ഞാൻ കാട്ടി ഉണ്ടായി നിൽക്കണതല്ലേ. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വെച്ചാൽ പപ്പത്തൈ ഉണ്ട് അവിടെ ഇതേപോലെ തടത്തിൽ. അത് കാണാം നമുക്ക്. അയ്യോ, ഒരു കാര്യം ഇട്ടാ, ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. 2 പപ്പയുടെ കടക്കലില്ലേ നമ്മുടെ ഈ വളട്ടോടൊക്കെ വിട്ടുപോയി. കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ പോവാൻ നിൽക്കുക. കുറച്ച് ബാക്കിയുണ്ട്. അത് ആദ്യം നമ്മുടെ ഉണ്ടായി നിൽക്കണ ആ പപ്പകൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ തടത്തിൽ വെച്ച് പപ്പേൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കായ ഉണ്ടായി നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വളം ഇട്ട് കൊടുക്കാതിരിക്കരുത്. കായ ഉണ്ടായി, അതായത് ചെടി വെച്ച് വളരുന്നവരും നമ്മളിത് ഇടയ്ക്കിട്ട് ഇട്ട് കൊടുക്കണം. കായ ഉണ്ടായി കഴിഞ്ഞാലും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കണം. കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ ആ പപ്പയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി നമ്മുടെ പപ്പത്തൈ വെച്ചത് കാട്ടിത്തരാം. ഇതേപോലെ എന്താ പറയുക, ഇങ്ങനെ ഹൈറ്റിൽ മണ്ണ് മാടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടോ. 2 പപ്പ. ഈ പപ്പ തൈ വെച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. നോക്കിയേ, ഈ പപ്പ തൈ നോക്കി കണ്ടോ, നമ്മൾ ചെരിച്ചില വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ, കടവണ്ണം വെച്ചിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇവർക്ക് 2 ആൾക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ കണ്ടോ. ആകെ 2 പിടിയാട്ടാ ഇട്ട് കൊടുക്കണമല്ലോ, കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ തടത്തിൽ വേറൊരാളും കൂടി നട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. നോക്കിയേ, നമ്മുടെ എനിക്ക് എപ്പോഴും 13 എന്ന് പറയും. കാരണം വീട്ടിൽ വെള്ളം നമ്മൾ 13 ഇട്ട് തിളപ്പിക്കുക. ആ ഒരു ഓർമ്മയിൽ 13 പെട്ടെന്ന് വരെ പൊതിനില കേട്ടാ കണ്ടോ. അതാണ് നമ്മൾ ഈ തടത്തിൽ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുള്ളത്. പൊതിനി പിന്നെ നമുക്ക് പിടിച്ചിട്ട് നല്ല സുഖമാട്ടാ. എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് നശിച്ച് പോണതല്ല. അങ്ങനെയുണ്ട്, അതായത് ഇങ്ങനെ മാടിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ അവർ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് വേര് പോണതനുസരിച്ച് നിറയെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ കൈ കഴുകിയിട്ടേ നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കാണ്ട് അത് പൊട്ടിച്ചെടുക്കാം. ഓയ്യോ പേളിക്കുട്ടിയെ, പേളിക്കുട്ടിക്ക് വീട്ടിൽ പോരയോ? വീട്ടിൽ പോരയോ? ഉഷാരിൽ പോവാട്ട് നമുക്ക്. നമ്മുടെ കയ്യിലൊന്നുമില്ല കണ്ടോ. വേഗം പോവാം നമുക്ക്. അപ്പം നമ്മളിന്ന് നമ്മുടെ കുക്കമ്പറായിട്ട് പൊട്ടിക്കണേ. നമ്മുടെ പറമ്പിലത്തെ ഒരു താരമായിരുന്നു കുക്കമ്പർ. പക്ഷെ ഇപ്പോൾ കണ്ടോ, ഈ മഴയത്ത് കുക്കമ്പറിന് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇന്നൊരു 5-6 ഉണ്ട് പൊട്ടിക്കാനായിട്ട്. അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം.
കണ്ടോ എന്തൊരു നീളമുള്ള കുക്കമ്പറൊക്കെ ആയിരുന്നു. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഇനി ഇതുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടിക്കൊണ്ടേയിരുന്നേനെ. ഇനി അധികം വലിയ പ്രതീക്ഷയില്ല. പക്ഷേ ഇവിടേക്കൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ ചെടിയുടെ വാട്ടം ഇവരെ ബാധിക്കുമോ എന്നാണ് അറിയാത്തത്. അപ്പം ആദ്യം കവർ കൂടി എടുക്കട്ടെ. നോക്കിയേ 2 എണ്ണം കുഞ്ഞീതുണ്ട് കേട്ടാ. അതെന്തായാലും ഞാൻ ഷായിട്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ. കാരണം ചെറുതായ കാരണേ ഇപ്പം കഴിക്കാവുന്നതാണല്ലോ. കണ്ട് 2 എണ്ണം ചെറുത്. അപ്പോൾ 2 ചെറുത് പൊട്ടിക്കട്ടെ. എല്ലാം നല്ല വലുതാവുമ്പോഴേ നമുക്ക് പറമ്പിൽ വെച്ചിട്ട് ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിന്ന് കഴിക്കാൻ പറ്റില്ല. വലുതൊക്കെ സലാഡ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ചെറുത് ഭക്ഷണം നോക്കിയേ. എനിക്ക് ഷായിട്ടിന് ഇപ്പം തന്നെ കഴിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇത് ഷായിട്ടിൻ്റെ അടുത്തേക്ക് പോട്ടെ. എന്നിട്ട് കഴിച്ച് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊട്ടിക്കാം. ഷായിട്ടെ നോക്കിയേ 2 കുഞ്ഞു കുക്കമ്പർ. ഇപ്പൊ തന്നെ പെൻഗിന്റെ പോലെ ഞാൻ പറയാം. ശരിക്കും ഇങ്ങനെ നോക്കിയേ കണ്ടോ, ശരിക്കും നമ്മുടെ കിളികളുടെ കൊക്ക് പോലെ. പക്ഷെ ആയിട്ട് പെനിക്കിന്ന് പറഞ്ഞപ്പോ ശരി തന്നെയാട്ടാ, അതേപോലെ തോന്നുന്നുണ്ട്. അടിപൊളി സാധന. തൊലി അടക്കുന്നതിനാ നല്ല രസം. പറമ്പേ വരുമ്പോഴേ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് അത് ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ ഒരു സുഖമുണ്ട് അല്ലേ. കുക്കമ്പർ പൊട്ടിച്ചെടുക്കുമ്പോഴേ വിഷമം തോന്നാ. നോക്കി ഇവിടെയൊക്കെ ആകെ മഞ്ഞ കളറായി ഇലക്കി. അപ്പോൾ ഇതാ 4 കുക്കമ്പർ നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് കവർ ഇടണം. കണ്ടോ, അതൊക്കെ കവർ ഇടാറായവരുണ്ട്, അവർക്ക് ഇട്ടിട്ട് പോട്ടെ. ഇനിയിപ്പോൾ ഉള്ളതൊക്കെ ചെറുത്, അതൊക്കെ ഉണ്ടോ, അതൊക്കെ എത്ര കേട്ടില്ല. ഈ വലിപ്പമുള്ളതൊന്നും ഇടില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം ഒന്ന് നന്നായി വലുതായി കഴിഞ്ഞാൽ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. കണ്ടോ, ഇത്ര പൊന്തൊന്നും ഇട്ട് കൊടുക്കില്ല. അങ്ങനത്തെ കുറേ നിൽക്കുന്നുണ്ട് ഒരക്കിൽ, അതൊന്നും ഇപ്പം ഉണ്ടില്ല. അത് നമ്മുടെ ഇനി കൊത്തമര പൊട്ടിക്കാം നമുക്ക്. വെണ്ടക്കായ നോക്കിയേ, വെണ്ടക്കായ ഇതിങ്ങനെ ഒരു വരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെണ്ടക്കായ പൊട്ടിക്കാം. ഒരെണ്ണായാലും കുഴപ്പമില്ലാന്നേ. സാമ്പാറിലേക്ക് ഒരു വെണ്ടക്കായാലും കിട്ടിയല്ലോ. ഉണ്ടായി തുടങ്ങണല്ലേ ഉള്ളൂ. പിന്നെ ഈ മഴയെ കാരണം വിചാരിച്ച പോലെ അവർ നമുക്ക് അറിയില്ല. ഈ 3 കട കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു 3 കടയ്ക്ക് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൊത്തമര പൊട്ടിക്കാം. അപ്പോൾ നോക്കി കൊത്തമര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് എന്ത് പച്ചക്കറി കിട്ടിയാലും അത് ശരിക്കും ഒരു ലോട്ടറിയാണ്.
കാരണം നമുക്കവിടെ മഴ പെയ്യുമ്പോൾ ഉറു പിടിച്ചിട്ട് പച്ചക്കറികളൊന്നും അങ്ങനെ ഉണ്ടായി കിട്ടുന്ന സ്ഥലമല്ല. എങ്കിലും നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നട്ടു കൊടുക്കും. അങ്ങനെ നമ്മുടേതായ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് എങ്ങനെ പോയാലും കിട്ടാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടാ. വേനലിൽ നമുക്കറിയാം എത്ര പച്ചക്കറി പൊട്ടിച്ചാലും കഴിയാത്ത പോലെ നമുക്കുണ്ടാവും. പക്ഷെ വർഷക്കാലം നമുക്ക് അങ്ങനെയല്ല. ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം അവിടെ നമ്മളൊരു എന്താ പറയുക കൊത്തമര കാറ്റത്ത് വീണിട്ട് നമ്മൾ വലിച്ച് കെട്ടിയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടിക്കാൻ, അതുകൊണ്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം ഒരു ഉപ്പേരി വയ്ക്കാനുള്ളത് കൊത്തമര. കണ്ടോ, ഇനി നമുക്ക് അവിടെ പോയി പൊട്ടിക്കാം. ദേ കണ്ടോ, നോക്കിയേ എന്തൊരു നീളം നോക്കണമെന്ന് അറിയാം നമ്മുടെ കൊത്തമ്പരയുടെ കട. നമ്മളന്ന് കെട്ടുമ്പോഴേ തന്നെ പറഞ്ഞു നല്ല ഹൈറ്റാണ് വന്നിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഇതാ നോക്കിയേ, എന്തൊരു നീളം നോക്കണമെന്ന് അറിയാം നമ്മുടെ കൊത്തമ്പരയുടെ കട. നമ്മളന്ന് കെട്ടുമ്പോഴേ തന്നെ പറഞ്ഞു നല്ല ഹൈറ്റാണ് വന്നിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഇതാ നോക്കിയേ, അപ്പം നോക്കിയേ എത്രയും കൊത്തമ്പര കിട്ടി. ഇനി ഇതാ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ 2-3 വഴുതിനങ്ങ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടും പൊട്ടിച്ചെടുക്കാം. അങ്ങനെ എല്ലാം കൂടി ആകുമ്പോഴേ നമുക്കൊരു ദിവസത്തേക്ക് മെഴുക്ക് പൊട്ടിയും അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കാനുള്ളത് കിട്ടിട്ട് നമുക്ക് പറമ്പിന്ന്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഇതാ തിന്ന് പോയി തുടങ്ങി. ഇതേ നോക്കിയേ, കണ്ടോ, നമുക്ക് പഴുത്തിട്ട് പൊട്ടിച്ചാലല്ലേ രസം ഉണ്ടാവുക. അതിന് ഒരുവിധം പഴുപ്പ് കളർ കയറുമ്പോഴേക്കും നോക്കിയേ കടിച്ച് താഴത്ത് വെക്കിതാ ഇട്ട് തുടങ്ങിയിട്ടാ. അപ്പം ഞാൻ അവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുവിധം ചെറിയൊരു കളർ കയറി തുടങ്ങിയത് നോക്കിയിട്ട് 2-3 എണ്ണം കിട്ടും, അത് പൊട്ടിച്ചെടുക്കുക. കണ്ടോ, വലിയ കളറൊന്നും കയറിയിട്ടില്ല, എന്നാലും അവർക്ക് ഇഷ്ടമാണല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോവാണ്. ഇത്രയും പൊട്ടിച്ചു. അത്യാവശ്യം പുളി ഉണ്ടാവും ഈ ഒരു ടൈമിൽ. നല്ല മഞ്ഞ കളർ വന്നാൽ മാത്രമാണ് നല്ല രസം ഉണ്ടാവുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ കിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് നന്നായിട്ട്. പക്ഷേ പിന്നെ ഇപ്പം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കിളികൾ അണ്ണാനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് വേറെ ഒന്നും തിന്നാനില്ല. നമ്മുടെ പപ്പായ തിന്നാൻ കിട്ടും, പിന്നെ ഇപ്പം ഇതുമിക്കും കയറിയിട്ടുണ്ട് അവർ. അത് സാരില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു കൊണ്ട് പോവാം. ഞാൻ 2 പപ്പായും കൂടിയും പൊട്ടിച്ചിട്ട് നമുക്ക് പോവാം. ഒരെണ്ണം പൊട്ടിക്കണുള്ളൂ, ഒരെണ്ണം പാകമായിട്ടുള്ളൂ, മറ്റേ നാളേക്കാവുള്ളൂ. ഇത് പപ്പായ ഇപ്പം സ്ഥിരം നമ്മുടെ വീട്ടിൽ എന്താ പറയുക സ്ഥിരം ഉണ്ടിട്ട് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടാ. നമുക്ക് ഒരു പുതിയ പീച്ചിങ്ങമ്മ ഇതേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് കൊണ്ടുവരാം. അല്ലാണ്ട് ഇത് അവിടെ വരെ കൊണ്ടുപോകാൻ നിൽക്കണില്ല. നോക്കിയ കണ്ട, ഒരു ചെറിയ പീച്ചിങ്ങ തൈയാണ്. ഞങ്ങൾക്ക് പന്തിട്ട് കൊടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ടൈം കിട്ടാണ്ടല്ല, മഴയെ കാരണം വിചാരിച്ച പോലെ നമുക്ക് ആ ഒരു സമയത്ത് വന്ന് ഇടാൻ പറ്റാത്ത കാരണേ ഇവിടെ ഇന്നെ ചുറ്റി ഉണ്ടാവും അവര്.
ഇനി നമുക്ക് പോവാൻ നോക്കാം. അപ്പോൾ നോക്കിയേ, ഇത്രയും പച്ചക്കറികളാട്ടോ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഇനി നിൽക്കണില്ല, ഇനി മഴ വരുന്നുണ്ട്. പോവാം. ഷായിട്ടിനും പോരല്ലേ? ഞാനും വരാം. ഷായിട്ടിനും വരില്ല, കാരണം നിന്നിട്ട് കാര്യമില്ല. ഇനി ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് മഴ പെയ്യുമ്പോൾ ഷായിട്ട് വീണ്ടും ഓടി വരേണ്ടി വരും. പേലിക്കുട്ടി വാ പോവാ നമുക്ക്. അയ്യോ പേലിക്കുട്ടിക്ക് ധൃതിയായിട്ട് നിൽക്കണം പോവാൻ. മഴ കിട്ടുന്നുണ്ടല്ലോ ഷായിട്ട് നമ്മൾ വീടെത്തുമ്പോഴേക്ക്. അപ്പൊ നോക്കി നമ്മുടെ വീട്ടിലത്തെ പറമ്പ്, നമ്മൾ ആ പറമ്പിൽ നിന്ന് ഇവിടെ എത്ര നേരം മഴ പെയ്തില്ല കേട്ടോ. മഴ പെയ്യുന്നു വിചാരിച്ചു, അത്രയും കാർമേഘം ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ കാറ്റൊക്കെ ഇതേപോലെ ഒന്ന് ഊതി വന്നപ്പോഴേ നമ്മൾ പറയില്ലേ കാർമേഘം നീങ്ങി നീങ്ങി പോകുന്നു, അതേപോലെ പോയി തോന്നുന്നുണ്ട്. കാരണം അതേപോലെ ഇരുണ്ട് കൂടിയിട്ടാണ് നമ്മൾ പറമ്പിൽ നിന്ന് വരുമ്പോൾ വന്നത്. പക്ഷെ പോയി. അപ്പം നോക്കി നമ്മുടെ പറമ്പിലുണ്ടോ ഈ തടത്തിലത്തെ നോക്കി പയറ് എല്ലാം പോയി ഇവിടുത്തെ. പിന്നെ നമ്മൾ ഓണപ്പയർ എന്ന് പറഞ്ഞിട്ട് അതേപോലെ നോക്കി കൊണ്ടുവന്ന പയറായിരുന്നു. ഈ പയറിന് ഞാൻ തുടക്കം തൊട്ട് എന്തൊക്കെ ചെയ്യണം എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ പയറിൻ്റെ അവസ്ഥ എങ്ങനെയാട്ടാ. കാരണം ഈ മഴ ഇവരെ നന്നായിട്ട് ബാധിച്ചു. ഒരു രക്ഷയില്ല, നമ്മുടെ പറമ്പ് പെട്ടെന്ന് ഊറ് പിടിക്കുന്നു ഞാൻ പറയില്ലേ. അതുകൊണ്ട് ഇങ്ങനെ കൂർക്കയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കണ്ടാ കൂർക്ക എങ്ങനെ നിന്നാലും നല്ല ഉഷാറിൽ നിൽക്കും. കണ്ടോ ഇതേ പൂവൊക്കെ ഇട്ട് തുടങ്ങിയ സമയത്താണ് നമുക്കിപ്പോൾ ഇങ്ങനെ വന്നത്. അപ്പം നമുക്കറിയാം എല്ലാ വർഷവും വെള്ളം കയറുന്നൊക്കെ അറിയാം. എങ്കിലും നമ്മൾ നടാതിരിക്കുക, ഒന്നും ചെയ്യില്ല, നമ്മളിങ്ങനെ നട്ടോണ്ടിരിക്കും. കാരണം ആരെങ്കിലുമൊക്കെ കുറച്ച് പേര് പിടിച്ചു കിട്ടും. ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഓരോന്ന് ചെയ്യാനുള്ള ആ ഒരു മഴക്കാലയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് കേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മഴ മഴ വന്ന് വെള്ളമൊക്കെ നിന്നാലത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ യൂണിക് ഫാമിലി 2.0 ഒരു പാചകം വയ്ക്കാം നമുക്ക്. പിന്നെ ഞങ്ങൾ ഉപ്പാട്ടാ. എന്നും പറയാനുണ്ടോ നമ്മുടെ റൊണാൾഡോ മോനും മർഡോണ മോനും ഇതേ പ്ലാറ്റിനി മോനൊക്കെ വന്ന് നിൽക്കണം. എന്നിട്ട് പൊന്നിന് പറയണ്ടേ എൻ്റെ മോനെ പുറത്തേക്ക് ഇറങ്ങണമെന്ന്. ഇടയ്ക്ക് നമ്മൾ പിന്നെ ചങ്ങലേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറക്കും. അപ്പം ഇപ്പം അതാണ് ആഗ്രഹം പറയും. എൻ്റെ മോനെ കൊണ്ടു, ഫസ്റ്റ് റൊണാൾഡോ മോനെ കൊണ്ടു കേട്ടോ. റൊണാൾഡോ മോന് മർഡോണ മോന് പ്ലാറ്റിനി മോന്, ഇവർക്ക് 3 പേർക്കും ഭയങ്കര ആഗ്രഹം പുറത്തിറങ്ങാൻ. ബോൾട്ടുമോൻ അത്രയില്ല. അപ്പം ഷായിട്ട് ഇടയ്ക്ക് ചങ്ങലേക്ക് ഇട്ട് ഇങ്ങനെ കൊണ്ട് നടക്കും. കുറേ നേരം ഒന്നും വേണ്ട, വെറുതെ അവർ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ അയച്ചു വിട്ടിരുന്നില്ലേ, അതേ രീതിയിൽ അവിടെ വരെ പോവുക, തിരിച്ചിങ്ങോട്ട് വരിക, അത്ര വേണ്ട. എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് കറങ്ങുക, അങ്ങനെ ഒന്നും വേണ്ട കേട്ടാ. മെസ്സിക്കൂട്ടിനും കല്യാണിക്കുട്ടിക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇഷ്ടമല്ല. ഈ ഒരു ഭാഗത്തു നിന്ന് അല്ലാണ്ട് ഫ്രണ്ടിലേക്ക് വരേണ്ടത് പോലെ ഇഷ്ടമില്ല നമ്മുടെ മെസ്സിക്കുട്ടിനും കല്യാണിക്കുട്ടിക്കും. അങ്ങനെയാ. മഴ പെയ്തപ്പോൾ ചാക്കിൽ കിടന്നോ എൻ്റെ കുട്ടികൾ ഇനി വേഗം കേട്ടോ. നമ്മുടെ കല്യാണിക്കുട്ടി നോക്കിയാ, വികൃതി കുട്ടി നോക്കിയാ, ആരൊക്കെ തപ്പി നടക്കാട്ടാ. ദേ മർഡോണേനെ ഏട്ടാ നോട്ടിട്ടോക്കണേ, മിക്കത് മർഡോണേനെ പിടിക്കവള് നോക്കുന്നുണ്ട്. ആലോചിച്ച് നിൽക്കുക എന്താ വേണ്ടേന്ന്. അമ്മ കണ്ടു എൻ്റെ മോള് കളിച്ചോ. മർഡോണയുടെ കാല് പിടിച്ചിട്ടുണ്ട. അവളിങ്ങനെ നോക്കി അവളൊരു വികൃതി കുട്ടിയല്ലേ, നല്ല രസം അവളുടെ വികൃതികൾ കാണാനായിട്ടാ. ഭയങ്കര മിടിക്ക് മോളാണ്. ചെക്കന്മാരൊക്കെ നല്ല ആക്റ്റീവായിട്ട് കൊണ്ട് നടക്കും അവള്. ഇനി നമ്മുടെ കല്യാണിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് കണ്ടോ നോക്കിയ കാല് വിട്ടില്ലേ അവള് പിടിച്ചു കഴിഞ്ഞാ. ഇവർക്ക് ഒരു വൈരാഗ്യം ഇത് ഒന്നുമില്ല കേട്ടാ. നല്ല രസമാണ്, തമാശയിലുള്ള കളിയാണ്. ചെക്കന്മാരൊപ്പം നിന്ന് കൊടുക്കും. പെങ്ങളുകുട്ടി എന്താ ചെയ്യണെന്ന് വെച്ചാൽ അതനുസരിച്ച് അങ്ങനെയാണ്. കണ്ടോ നോക്കി അവന് കളിക്കാൻ വിളിക്കുന്നത്. കണ്ടോ ഇങ്ങനെ നിൽക്കൂ, വേദന എടുക്കൊന്നുമില്ല, ഒരു രസം. അതാണ് ഭയങ്കര പ്രത്യേകതയാ. നമുക്ക് ഇവരെ കളി കാണാൻ നിന്നാലേ നമുക്ക് വേറൊരു പണി നടക്കില്ല. അതേപോലെയാണ്. കല്യാണി ഞാൻ പോവാ, നീ അവിടെ കളിക്കിട്ടാ. മെസ്സിക്കൂട്ടനും കിടന്നോട്ടാ. ഇവിടെ മെസ്സിക്കൂട്ടനും കിടന്നോ, മഴ വന്നു. കല്യാണി ഇട്ടിട്ട് കളി കഴിഞ്ഞോ? മർഡോണ മോൻ എന്താ ചെയ്തേ? വോൾട്ടേ എന്താ ചെയ്തേ? കളിച്ചോട്ടാ, കളിച്ചോ. മെസ്സിക്കൂട്ടൻ്റെ കൂടെ മെസ്സിക്കൂട്ടൻ ഗുഡ് 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 അത് കിടന്നോ? എന്തൊക്കെയാ ചെയ്യണം അവനെ തിരിച്ച് മറച്ച് വളച്ച്. അവളുടെ ഒരു കളി അവളും. നമ്മുടെ ഈ മണിപ്ലാനിൻ്റെ ഉള്ളിൽ കേട്ടോ കുഞ്ഞു കുഞ്ഞു കിളികൾ കേട്ടാ, നല്ല രസമുണ്ട്. ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കണു കണ്ടോ. ഞാൻ ഈ കിളികളെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാനൊരു പാമ്പിനെ കണ്ടുട്ടാ.
ആരിമോൻ ആര്യാ ആരിമോൻ നമ്മുടെ മണി പ്ലാന്റിന്റെ ഉള്ളിലേക്ക് ഒരു പാമ്പ് കയറി പോണുണ്ടെന്ന് ഡൗട്ട്. ഇതാ മണി പ്ലാന്റിന്റെ ഉള്ളില് അതിൻ്റെ ഉള്ളിലുണ്ട്, അനങ്ങുണ്ട്, ഉറപ്പാണ്. പാമ്പുണ്ട്, കിളികളുണ്ട്, അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട്. കിളികളെ പിടിക്കാനാന്ന് തോന്നുന്നുണ്ട്. പാമ്പ് മണി പ്ലാന്റിന്റെ ഉള്ളിലുണ്ട്. നോക്കി നോക്കിയേ, അച്ഛനോട് വിളിക്കായിരുന്നു. കുഞ്ഞു കിളികളുണ്ട്, അവർ കരയണത് അതാണ്. ഈ പാമ്പിനെ കണ്ടിട്ടാണ് കിളികൾ കരയണം. ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കോട അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരാളിരിക്കുന്നുണ്ട്. കണ്ട പാമ്പ് ഇരിക്കണേണ്ട, എന്നെങ്ങാണ്ടിരിക്കുന്നതാണ് കേട്ടോ പാമ്പ്. ഈ പാമ്പിനെ കണ്ടിട്ടാണ് നമ്മുടെ കിളികൾ ഇങ്ങനെ ഇങ്ങനെ കരയണുണ്ടായിരുന്നത്. ഞാൻ കിളികളുടെ സൗണ്ടിന് വേണ്ടിയാണ് പിടിച്ചത്. പക്ഷെ ഇതാ ഇരിക്കുന്നുണ്ടോ, പാമ്പ് ഇരിക്കുന്നുണ്ടോ, ഉണ്ടോ നോക്കിയേ. എനിക്ക് പേടിയാവാട്ടാ, എന്നെ നേരെ നോക്കണ പോലെയാണ് തോന്നുന്നത്. കിളികളാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അതിൻ്റെ മുകളിൽ കിടന്ന്. അവരെ കുട്ടികളെന്തെങ്കിലും പിടിക്കുക എന്തോ ഉണ്ടായെന്ന് അറിയില്ല. പാമ്പ് അങ്ങനെ തന്നെ സ്റ്റക്ക് ചെയ്യണം നിൽക്കണേ. ഞാൻ ഷായേട്ടനെ വിളിക്കണം, മോൻ പോയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത് അറിയണില്ല കേട്ടോ. ഈ കിളികളുടെ കരച്ചിൽ ഇങ്ങനെ നന്നായി കേൾക്കുന്നുണ്ട്. പാമ്പാണെങ്കിൽ അതേപോലെ അവിടെ സ്റ്റക്ക് ഇരിക്കും. ഞാൻ ക്യാമറയിൽ കാട്ടിയതില്ലേ, ഞാൻ അപ്പുറത്തോടെ പോയി റിസ്ക് എടുത്തിട്ടാണ് പിടിച്ചത്. അത് അതിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. കിളികൾ പാവം ഭയങ്കര ബഹളമില്ല. അയ്യോ, ആർക്കെങ്കിലും പോലത്തെ കുഞ്ഞു ചേച്ചി കിളിയാട്ടോ അവരെ പിടിക്കാൻ വന്ന് നോക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ചായയുടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് എനക്കും പാമ്പ് പോവാണെങ്കിൽ. ചായട്ടാണെങ്കിൽ തൃശ്ശൂർ പോയിരിക്കുക. അതാണിപ്പോൾ എന്താ പറയുക, തൃശ്ശൂർ വരണ്ടേ, ഇവിടെ ഇല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നോക്കിയാൽ മരത്തിന്റെ മുകളിൽ കീറി സ്പീഡിൽ പോകണം. ഇപ്പൊ എന്താ ചെയ്യാ? അത് എന്ത് പാമ്പാ, ഒരു പെടുത്തൂലേ. ഞാൻ പച്ചില പാമ്പെന്ന് വിചാരിച്ച പച്ചില പാമ്പ് നല്ല വേറൊരു കളറാ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മഴ പെയ്തിട്ട് വെള്ളമൊക്കെ കയറുമ്പോൾ ഇങ്ങനെയുള്ളവരാണ് കൂടുതൽ വരുന്നത്. അങ്ങനെയുണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഫ്ലാറ്റിനൊന്നുമില്ല, ആരും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും മോനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക ഈ ക്യാമറ ഓണാക്കിയിട്ട്. എങ്ങനെ പോണേന്നെങ്കിൽ നമ്മൾ നോക്കിക്കണേ, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. നാവിന് വീട്ടിലിരിക്കുന്ന പാമ്പ് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇത് ഈസിയായിട്ട് പോണേക്ക് പുറത്തെടുക്കില്ല. എനിക്ക് ഞാൻ നോക്ക് പോയി. ഞാനാണിങ്ങനെ കിളികളുടെ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ കിളികളുടെ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ ഓണാക്കിയത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര അനക്കമാണ് ഇതിനുള്ളിൽ കൂടി. ഞാൻ എപ്പോഴും പറയാമല്ലോ, നമുക്ക് വെള്ളം കയറുമ്പോഴത്തെ ഏറ്റവും പേടി വരികയാണ്. എന്താ മാവിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. നമുക്കിതിൻ്റെ അടി കൂടെ നടക്കാനൊന്നൊരു ധൈര്യം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ചായക്കുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നല്ല മാറ്റി തിരക്കിയിട്ട് താരക്കിട്ടിട്ട് നമുക്കതിന് കോഴിന്ന് എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പറ്റില്ല. പോയിട്ടാണ് മാവിൻ്റെ മുകളിലേക്ക്. കിളികൾ പാവങ്ങൾ അവർ തങ്ങണം വയ്ക്കുക. അവർ കൂടുതൽ ഇങ്ങനെ അഴിച്ചിട്ടില്ല. ഞാൻ പറയാറില്ല, നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ കിളികൾ ഇഷ്ടംപോലെ കിളിക്കുടുകളുണ്ട് നമ്മുടെ വീട്ടിൽ ചുറ്റി. അപ്പം അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കിളികളെ പിടിക്കാൻ വേണ്ടി നല്ല പാമ്പാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവിടേക്ക് വെള്ളം കിടക്കുന്നെങ്കിൽ കയറി ഇവിടെ കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പറയാറില്ലേ, നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുക പാമ്പിനെയാണെന്നുള്ളത്. കാരണം ഞാൻ പറയാറുണ്ട്, നമ്മുടെ തോടിൻ്റെ തൊട്ട് കര എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അപ്പം അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ അവർ കര തേടി ഇങ്ങോട്ട് കയറിയാൽ പിന്നെ അവർ ഇവിടെ നിന്ന് പോവില്ല. കാരണം എന്താണെങ്കിൽ നമ്മളവിടെ അത്യാവശ്യം ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്, കഴിക്കാനൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിളികളും അണ്ണാമാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെയാണ്. നിറച്ച് കിളിക്കൂടുകളൊക്കെയാണ് ഇവിടെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കിളികളുടെ ഈ സൗണ്ട് കേട്ടപ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് അവരെ വീഡിയോ പിടിക്കാൻ വന്നത്. വരെ പ്രത്യേക സൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാമ്പിനെയും കണ്ടത്. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, എന്താ നിങ്ങളുടെ വീട്ടിൽ മാത്രമാണോ പാമ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മാത്രമാണോ വെള്ളം എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പാമ്പ് വരുന്നതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെ. തോട്, എന്താ പറയുക, പാടം, വെള്ളം കയറും. അതിൽ നിന്ന് രക്ഷ നേടാൻ പാമ്പുകൾ കര തേടി വരും. പിന്നെ അവരിവിടെ വന്നിവിടുന്ന് പോവില്ല. ഇപ്പോൾ കണ്ടപ്പോൾ മരത്തിൻ്റെ മുകളിലേക്ക് പോയി നോക്കണേ, നമുക്കൊരു ഉറപ്പില്ല എന്താണ് ഞാൻ പാമ്പ് അവിടെ ചുറ്റിക്കെടുക്കുകയാണോ എന്താണോ. നമുക്കിതിൻ്റെ അടിയിൽ പോയി നോക്കാനും പേടിയാണ്. ഷായിട്ട് വന്നു കഴിഞ്ഞാൽ ഷായിട്ട് ഓൾറെഡി പതുക്കെ പോയി നോക്കും അങ്ങനെ. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞ ഒരു യൂണിക് ഫാമിലി 2.0 ഒരു പാചകമൊക്കെ പിടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കിളികളുടെ സൗണ്ട് കേട്ടതും ഇങ്ങോട്ട് വന്നതൊക്കെ ആയത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇനി വേറെ വീഡിയോ ഒന്നും പിടിക്കില്ലേ. നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇതിനൊരു വലിയ വിശേഷമാണ്, ടെൻഷനാണ്. ഇനി അതൊക്കെ എന്താണെന്നൊക്കെ നോക്കണം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.